സ്വർഗം നേടാനുള്ള ഒന്നാമത്തെ മാനദണ്ഡമായി നമ്മൾ അറിയേണ്ട കാര്യം പടച്ച റബ്ബിനോട് ആ സ്വർഗം ആത്മാർത്ഥമായി തേടുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴാണ് സ്വർഗം തേടിയത്? പടച്ചവനെ, നിന്റെ സ്വർഗം സാധാരണ നമ്മൾ അല്ലാഹു തമ്പുരാൻ നമുക്കൊരു പക്ഷേ കഴിവുകേടുകൾ നൽകുമ്പോ, നമുക്ക് ദാരിദ്ര്യം നൽകുമ്പോ, നമ്മൾ മറ്റുള്ളവരോട് പണം കടം ചോദിക്കാറുണ്ടല്ലോ. ആ ചോദിക്കുന്നയാളോട് എത്ര ദയനീയമായിട്ടാണ് നമ്മൾ അപേക്ഷിക്കാറുള്ളത്. നിങ്ങൾ എനിക്കൊരു 10,000 രൂപ കടം തരണം, ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ കഷ്ടപ്പാടിലാണ്. നമ്മുടെ മുഖവും നമ്മുടെ സംസാരവും നമ്മുടെ ഭാവങ്ങളുമെല്ലാം എത്രമേൽ ദയനീയമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അങ്ങനെയുള്ള ദയനീയാവസ്ഥയുടെ മാനസികമായ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് പടച്ചവനെ, നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കാറുണ്ടോ? എന്നാൽ അത് ചോദിക്കാനാണ്, അത് തേടാനാണ് അല്ലാഹു തമ്പുരാൻ നിരന്തരമായി നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്വർഗം തേടുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തേടാൻ വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അത് സ്വർഗം തേടാനും നേടാനും ആവശ്യമായതാണ്. ഒന്നും നമ്മൾ വെറുതെ ചെയ്യേണ്ടതില്ല. എന്ത് നമ്മൾ ചെയ്താലും അതിന് നമുക്ക് കൂലിയുണ്ട്. ഒരാളോട് വെറുതെ ഒന്ന് ചിരിച്ചാൽ, ഒരാളോട് വെറുതെ ഒന്ന് സലാം പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മൾ സലാം പറഞ്ഞിട്ടൊന്ന് കൈ കൊടുത്താൽ, വീട്ടിൽ പോയിട്ട് നമ്മുടെ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നമ്മൾ നോക്കിയാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് നമ്മളൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്താൽ, നമ്മുടെ അയൽവാസിയുടെ രോഗാവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ പോയി ഒന്ന് സന്ദർശിച്ചാൽ, നമ്മൾ ഒരാൾ മരണപ്പെട്ടുവെന്ന് കേട്ടപ്പോ ആ മയ്യിത്തിന്റെ പിന്നാലെ നമ്മളൊന്ന് നടന്നു പോയാൽ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതൊന്നും നമ്മൾ വെറുതെ ചെയ്യേണ്ടതില്ല. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. ഇതെല്ലാം അല്ലാഹു നമ്മെ വിളിക്കുന്ന സ്വർഗലോകത്തേക്ക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വരുന്നു എന്ന ആ ഒരു വിളിയാളത്തിന്റെ പ്രതീകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു അഅറാബിയായ മനുഷ്യനെ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു. പ്രവാചകർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു അഅറാബി പ്രവാചകനെ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു. മുഹമ്മദുർ റസൂലിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വല്ലതും അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ പകരമായി അതിനേക്കാൾ ഉത്തമമായതോ അതിന് സമാനമായതോ ആയ ഒരു നന്മ അല്ലാഹുവിന്റെ റസൂല് പകരം ചെയ്തു കൊടുക്കുമായിരുന്നു. നന്ദികേട് അവിടുന്ന് കാണിച്ചിരുന്നില്ല. ഒരാൾ റസൂലുള്ളാഹിക്ക് ഈന്തപ്പഴം കൊടുത്താൽ പകരം അല്ലാഹുവിന്റെ റസൂല് കാരക്ക കൊടുക്കുമായിരുന്നു. പരിശുദ്ധ പ്രവാചകനോട് ഒരാൾ കൈ കൊടുത്താൽ മറ്റേയാള് കൈ വലിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈ വലിക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരാള് എന്താണോ ഒരാള് നബി തിരുമേനിക്ക് നൽകുന്നത് അതിനേക്കാൾ അപ്പുറമായത് നൽകിക്കൊണ്ടയാളെ സന്തോഷിപ്പിക്കുമായിരുന്നു. നമ്മെപ്പോലെ കിട്ടിയത് പോരാ, നൽകിയത് പോരാ, അവൻ തന്നത് കണ്ടില്ലേ. ഞാൻ നിങ്ങളോട് പറയാണ്, അത് ഒരു കാര്യവുമായും ബന്ധപ്പെട്ട് നമുക്കുണ്ടാകരുത്. നേരത്തെ മുഹമ്മദ് അലി ഖാസിം ഇവിടെ പറഞ്ഞു, 5 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഈ മദ്രസക്ക് തന്നിട്ടുണ്ട് എന്ന്. 5 രൂപ തന്നയാളെ അവൻ കണ്ടോ അവൻ 5 രൂപയാണ് തന്നിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. 500 തന്നയാളെ കണ്ടോ ഇവൻ 5 ലക്ഷം തരാൻ കഴിവുണ്ടായിട്ട് ഇവൻ മദ്രസ ഉണ്ടാക്കാൻ 500 തന്നത് എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. നമ്മളത് സ്വീകരിക്കുന്നു, നമ്മൾ അവരെ പ്രലോഭിപ്പിക്കുന്നു. സ്വതക്ക തരാൻ നമ്മൾ അവരെ പ്രചോദിപ്പിക്കുന്നു എന്നതല്ലാതെ അവരുടെ സ്വതക്കയെ സംബന്ധിച്ച് വിലയിരുത്തുവാനോ നന്ദികേടിന്റെ വർത്തമാനം പറയാനോ, അത് ഉമ്മയാണ് മക്കള് തന്നതിനെ കുറിച്ചാണെങ്കിലും ഉപ്പമാരാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യ
തരികയാണെങ്കിലും തന്നതിനോട് നന്ദിപൂർവം സംസാരിക്കുക എന്നതാണ് പ്രവാചകന്റെ മാതൃക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഅറാബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന് സൽക്കാരം കൊടുത്ത് സന്തോഷിപ്പിച്ചപ്പോൾ പ്രവാചകൻ ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്ക് ഞാൻ പകരമായി എന്താണ് ചെയ്തു തരേണ്ടത്? ഇയാള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് പാല് കുടിക്കാൻ ആവശ്യമായ ആടുകളില്ല നബിയെ. ഞങ്ങൾക്ക് കുറച്ച് ആടുകൾ ഉണ്ടാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അതല്ലാത്ത മറ്റു വല്ലതും താങ്കൾ ചോദിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഒട്ടകങ്ങൾ ഞങ്ങൾക്കില്ല നബിയേ. അതുകൊണ്ട് കുറച്ച് ഒട്ടകങ്ങൾ ഉണ്ടാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹോദരാ, താങ്കൾ എന്ത് തേട്ടമാണ് ഈ തേടുന്നത്? താങ്കൾക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായീലിലെ വൃദ്ധയായ സ്ത്രീ ചോദിച്ച ചോദ്യം താങ്കൾക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അതെന്താണ്? ബനൂ ഇസ്രായീലിലെ വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായത്. പ്രവാചകർ പറഞ്ഞു കൊടുക്കുകയാണ്, മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഇസ്രായേലരുമായി കഴിഞ്ഞുകൂടുമ്പോൾ അവരുമായി രക്ഷപ്പെട്ട് കൻആനിലേക്ക് അഥവാ ഫലസ്തീനിലേക്ക് പോരാൻ മഹാനായ മൂസ നബി താല്പര്യപ്പെടുകയാണ്. പക്ഷേ എങ്ങനെ പരിശ്രമിച്ചിട്ടും വഴി എളുപ്പമാകുന്നില്ല. എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരും പ്രവാചകന്മാരുമായിട്ടൊരു ചർച്ച നടത്തി. അവരെല്ലാവരും ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച ശേഷം അവർ പറഞ്ഞത്, മൂസാ നബിയേ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഈജിപ്തിലേക്ക് വരാനുള്ള കാരണക്കാരനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്റെ കൂടെയുള്ളവരോട് ബഹുമാനപ്പെട്ടവർ ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെങ്കിലും ഈ ഈജിപ്തിൽ നിന്ന് നമ്മുടെ ജന്മനാടായ കൻആനിലേക്ക് പോകുമ്പോ, ഫലസ്തീനിലേക്ക് പോകുമ്പോ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകണേ. ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്റെ മയ്യത്തുമായിട്ട് പോകണേ. അതിനാർക്കാണ് യൂസുഫ് നബിയുടെ മയ്യത്ത് എവിടെയാണ് എന്നറിയുക? ഒടുവിൽ അവർ പറഞ്ഞു, നമുക്കിടയിൽ ഒരു വൃദ്ധയുണ്ടല്ലോ, ആ വൃദ്ധയോട് കാര്യങ്ങൾ അന്വേഷിക്കാം. ആ വൃദ്ധയുടെ അടുക്കലേക്ക് മൂസാ നബിയും പരിവാരങ്ങളും ചെന്നപ്പോൾ ആ വൃദ്ധക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊരൊറ്റ സംസാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കിടയിലും അങ്ങനെയുള്ളവരുണ്ടാകും, ആ ഒരു മോഹമുള്ളവരുണ്ടാകും. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുൻഗാമികളായ നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരും അന്ന് ഈ മദ്രസ ഉണ്ടാക്കാൻ അവരുടെ കാതിലെ കമ്മലുകൾ പൊട്ടിച്ചെടുത്തു കൊടുത്തത്, അവരുടെ വളകൾ ഊരിക്കൊടുത്തത്, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ സ്വതക്ക നൽകിയത്. ഈ വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ കലീമാണ്, നിങ്ങൾ സ്വർഗത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നുമല്ലാത്ത വൃദ്ധയായ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂസാ നബിയെ, നിങ്ങൾക്ക് ഞാൻ ആ കാര്യം അറിയിച്ചു തരുന്നതാണ്. പകരം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകണേ, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞാനും ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണേ. മൂസാ നബി മാത്രമല്ല, കേട്ടവർ മുഴുവൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ വൃദ്ധയായ സ്ത്രീ എങ്ങനെയാണ് സ്വർഗത്തിൽ മൂസാ നബിയോടൊപ്പം കിടക്കുന്നത്? പക്ഷേ
അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ് മൂസാ നബിയെ, നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക, അല്ലാഹു തആല നിങ്ങളോടൊപ്പം അവരെയും സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു. അവരുടെ മനസ്സിന്റെ മോഹം കൊണ്ട്. സംഭവത്തിന്റെ പര്യവസാനം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മയ്യിത്തടക്കം ചെയ്ത ആ പെട്ടിയുമായിട്ട് ഇസ്രായേല്യർ വരികയും, ഇന്ന് നിങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ മഖാമുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും തൊട്ടടുക്കൽ നിലകൊള്ളുന്നതായിട്ടാണ്. അത് നേരിൽ ജൂതന്മാരുടെ കരങ്ങളിലായതിനാൽ നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ബഹുമാനപ്പെട്ടവരുടെ മഖാമിന്റെ ഒരടയാളം ഇന്നത്തെ ഫലസ്തീനിലെ ഖലീൽ സിറ്റി എന്നുള്ള ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ ആ മഖാം ഉള്ളതായി നമുക്കറിയാൻ കഴിയുന്നത് ഈ സംഭവത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇതിന്റെ പാഠം? എന്താണ്? ഹൃദയത്തിന്റെ ഉള്ളിൽ അദമ്യമായ മോഹത്തോടെ അള്ളാഹുവിനോട് സ്വർഗം തേടുക. പടച്ചോൻ നമുക്കത് തരട്ടെ. എല്ലാരും ഒന്ന് ആമീൻ പറയൂ. ഇത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതാ സ്വർഗം തേടാൻ പോവുകയാണ്, അല്ലേ? റമളാന് വരാനുള്ള മോഹത്തിന് വേണ്ടിയുള്ള ദുആക്കൊപ്പം റമളാൻ അങ്ങ് വന്നു കഴിഞ്ഞാലോ സ്വർഗത്തിന്റെ തേട്ടമല്ലാതെ മറ്റൊരു തേട്ടമില്ല. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം തേടുന്നു. ചിന്തിക്കണം നമ്മൾ. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഈമാനിന്റെ സമ്പൂർണതയാണ് പരിപൂർണമായി മുഅ്മിനായി ജീവിക്കുക എന്നതാണ് അല്ലാഹു തആല സ്വർഗം തരാനുള്ള മാനദണ്ഡം. ആ ഈമാനിന്റെ ഭാഗങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഒരു ചെറിയ ഹദീസിന്റെ ഒരു ഭാഗം പ്രവാചകര് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ലില്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ്. ഹദീസ് കേൾക്കേണ്ടതാണ് നമ്മൾ. ചെറുപ്പക്കാരെ നമ്മൾ കേൾക്കേണ്ടതാണ്. എന്റെ സഹോദരിമാരെ, ആരോഗ്യമുള്ളവരെ നമ്മൾ കേൾക്കേണ്ടതാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ശക്തിയുള്ള മുഅ്മിൻ, ഖവിയായ മുഅ്മിൻ, ഖൈറുൻ, അവൻ നല്ലവനാണ്, വഅഹബ്ബു ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ ആളാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ലഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ. എല്ലാവർക്കും നല്ല സന്തോഷായി. എന്തേ? ഇന്ന വിഭാഗത്തിൽ പെടുത്തു ഉറപ്പല്ലേ? കാരണം എന്താ? പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ, വേണമെങ്കിൽ ഒരു 50 കിലോ ഒക്കെ ഒന്നിച്ചെടുത്ത് വെക്കും. അത്യാവശ്യം ജിംനേഷ്യത്തിലൊക്കെ പോകാറുണ്ട്, മസിൽ പവറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ എന്ന് ധരിക്കാൻ വരട്ടെ. അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഖൈറുൻ, അവൻ നല്ലവനാണ്, വഅഹബ്ബു ലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളുമാണ്. നമുക്കത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇന്ന് ഈമാനിന് വലിയ ശക്തി ഉണ്ട് എന്നുള്ളത്? എന്തേ കാര്യം? വാട്സാപ്പിലൂടെ ഏതെങ്കിലും ഒരു ദുർബുദ്ധിയുള്ള പെണ്ണിന്റെ സംസാരം വരുമ്പോഴേക്ക് ഈ പറയുന്നത് ശരിയാണല്ലോ. ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും ഒരു വിഡ്ഢി അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് അശ്ലീലം പറയുമ്പോഴേക്ക്, ഹൂറുൽ ഐങ്ങളെ പരിഹസിക്കുമ്പോഴേക്ക്, ഈ പറയുന്നത് അതിനേക്കാളും ശരിയാണല്ലോ. ഇത്രയല്ലേ ഉള്ളു മുഅ്മിനീങ്ങളെ ഈമാൻ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും മഹ്ശറിനെക്കുറിച്ചും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംശയം വരുന്ന ഈ കാലഘട്ടത്തിൽ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദീനീ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന്
നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ഒരു ഉറപ്പാണ്, ഞാനൊരു ഖവിയായ മുഅ്മിൻ തന്നെയാണ്. അൽ മുഅ്മിനുൽ ഖവിയു, ഞാൻ നല്ല ആർജവമുള്ള മുഅ്മിനാണ്. ഒരു വാട്സാപ്പുകാരനോ ഏതെങ്കിലും ഒരു ദുർമാർഗിക്കോ ഏതെങ്കിലും ഒരു അരാജകവാദിക്കോ ഏതെങ്കിലും ഒരു യുക്തിവാദിക്കോ ചോർത്തിക്കളയാൻ പറ്റുന്നതല്ല എന്റെ ഈമാൻ. എനിക്ക് ഖുർആനിൽ സംശയിക്കാൻ കഴിയില്ല, എനിക്കെന്റെ വിശ്വാസങ്ങളിൽ ആശങ്കപ്പെടാൻ കഴിയില്ല. ഞാനൊരു ദുർബലനായ മുഅ്മിനല്ല.